ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹല്ലാജെ കൊല്ലും നാളന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ പീഡിച്ചേനും എന്ന് പറഞ്ഞോവർ. മഹാനായ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെടുന്ന സമയത്ത് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് ആ വധശിക്ഷ ഇല്ലാതെയാക്കുമായിരുന്നു എന്നാണ് മഹാനായ മുഹൈദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഖാദി മുഹമ്മദ് അവർകൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് ബഗ്ദാദിൽ ജീവിച്ച മഹാനായ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു മഹാനായ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അള്ളാഹുവിനോടുള്ള പ്രേമത്തിൻ്റെ ദിവ്യാനുരാഗത്തിൻ്റെ ഉന്നത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാനാണ് ഇലാഹ് എന്ന് തോന്നിപ്പിക്കുന്ന അനൽ ഹഖ് എന്ന വാക്ക് പ്രയോഗിച്ചു. പണ്ഡിത ലോകത്ത് ഏറെ ചർച്ച നടന്ന ഒരു വിഷയമാണ് അനൽ ഹഖ്. ഈ വിഷയം മഹാനവറുകൾ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. വലിയ ചർച്ചകൾ നടന്നു. അള്ളാഹുവിനോടുള്ള പ്രേമത്തിൽ ദിവ്യാനുരാഗത്തിൽ പറയുന്ന അത്തരം വാക്കുകളെ നല്ല നിലയിൽ വ്യാഖ്യാനിക്കണമെന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോൾ മറ്റൊരു വിഭാഗം പറഞ്ഞു, പ്രത്യക്ഷമായി മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വാക്കാണത്, അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ മഹാനവറുകൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അവസാനം അക്കാലത്തുള്ള പണ്ഡിതന്മാരെല്ലാം ചർച്ച ചെയ്ത് മഹാനവറുകളെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഹിജ്റ 309 ദുൽഹിജ്ജ മാസം അന്നത്തെ ഭരണാധികാരിയായ അൽ മുഖ്തദിർ ബില്ലാഹി എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വധശിക്ഷ നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാനായ മുഹൈദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെടുന്ന സമയത്ത് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ട് ആ വധശിക്ഷ ഞാൻ ഇല്ലാതെയാക്കുമായിരുന്നു എന്ന്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിലാണ് മഹാനായ മുഹൈദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു